മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എല്ലാം മഹാദേവന്റെ പരീക്ഷണങ്ങൾ മാത്രമാണെന്ന് അറിയുക. നിങ്ങൾ തോൽക്കില്ല. കാരണം നിങ്ങളുടെ മനോധൈര്യം മഹാദേവനിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യും. ഒന്നു മാത്രം മനസ്സിലാക്കുക, ഈ സമയവും കടന്നു പോകും. നിങ്ങൾക്കായി പുതിയൊരു ലോകം തന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്തെന്നാൽ മഹാദേവന് അത്രയും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഭക്തരെ, പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം കിട്ടിയാൽ അതും വിളിച്ചു പറയും. നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, വെറുക്കുന്നവർ വെറുക്കട്ടെ, മറക്കുന്നവർ മറക്കട്ടെ, ഓർക്കുന്നവർ ഓർമ്മിക്കട്ടെ. ഒന്നും ശാശ്വതമല്ല എന്ന് അറിയുക. ഭക്തരെ, തളരുമ്പോൾ തനിച്ചായിരുന്നുവെങ്കിൽ തളിർക്കുമ്പോൾ ഒരു താങ്ങിൻ്റെ ആവശ്യമില്ല. ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ചിലപ്പോൾ അന്ധനും ചിലപ്പോൾ ബധിരനും ചിലപ്പോൾ മൂകനും ആകേണ്ടി വരും. ജീവിതത്തിൽ പേടിക്കേണ്ടത് അനുഭവങ്ങളെയല്ല, അഭിനയങ്ങളെയാണ്. പ്രത്യേകിച്ച് സ്നേഹം നടിച്ചുകൊണ്ടുള്ള അഭിനയം. ഭക്തരെ, അറിയാതെ പോലും അപരൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നിങ്ങളുടെ പാദത്തിനും ജീവിതത്തിനും ഇല്ല എന്ന് ഓർക്കുക. സ്നേഹിക്കുന്നവരെല്ലാം തോറ്റുപോകണമെന്നില്ല. പക്ഷേ തോറ്റുപോയവരിൽ അധികവും സ്നേഹിച്ചു പോയവരായിരുന്നു. ഭക്തരെ, നേരം പോക്കിന് വേണ്ടിയോ സ്വന്തം ആഗ്രഹം നേടാൻ വേണ്ടിയോ ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക. അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഭക്തരെ, നിങ്ങൾ വേദനിപ്പിച്ച ആളുകളുടെ നിശബ്ദതയെ നിങ്ങൾ ഭയപ്പെടുക. കാരണം അയാൾ തിരിച്ചൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് മഹാദേവനിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളുക. ഭക്തരെ, അർഹതയില്ലാത്തവർക്ക് നൽകുന്ന സ്നേഹം ഗതികിട്ടാത്ത ആത്മാവ് പോലെ മോക്ഷം കിട്ടാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ കരയിപ്പിച്ച ബന്ധങ്ങളൊന്നും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ അവസാനം വരെയും നിങ്ങളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അനുഭവങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് എന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭക്തരെ, ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും അഭിനയിക്കാനും കഴിയും. സത്യസന്ധമായവർക്ക് ദേഷ്യം അധികമായിരിക്കും. ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും. സമയം നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ അതേ സമയം നമുക്ക് പലതും കാണിച്ചു തരുന്നു. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഭക്തരെ, നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു പോകാൻ പഠിക്കുന്നതാണ് പക്വത. ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, എന്നാൽ അവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.